കെ രമ, ഇപ്പോൾ CBI അന്വേഷണമെന്ന ആവശ്യവുമായി സംസ്ഥാന സർക്കാരിനെ സമീപിക്കാതെ നേരെ ഹൈക്കോടതിയിലേക്ക് ആണ് നവീൻ ബാബുവിന്റെ കുടുംബം പോയത്. അപ്പോൾ സർക്കാരിൽ പൂർണ്ണമായും അവിശ്വാസം രേഖപ്പെടുത്തലായി അതിനെ കാണേണ്ടി വരില്ലേ? കോടതിയിലെ വാദങ്ങളും അങ്ങനെയാണ്. നോക്കൂ സ്മൃതി, അതിൽ തന്നെ ഒരു തിരുത്ത്. ഞാൻ UDF പ്രതിനിധിയായിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്, ഞാൻ RMBയുടെ പ്രതിനിധിയായിട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. സ്മൃതി ചോദിച്ചത് സർക്കാരിൽ അവിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണല്ലോ അവർ CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ പോകാനുള്ള കാരണം സർക്കാരിൻ്റെ നിലവിലുള്ള അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നുള്ളതും ആ അന്വേഷണം ശരിയായ വഴിയിലല്ല പോകുന്നത് എന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ. നോക്കൂ സ്മൃതി, 43 ദിവസം, ഏകദേശം 1.5 മാസം കഴിഞ്ഞ് ഈ സംഭവം കഴിഞ്ഞിട്ട് അതിനുശേഷമാണ് ഇവർ കോടതിയിലേക്ക് പോകുന്നത്. അതുവരെ ഒരുപക്ഷെ പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമാണ്, അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്ന നിലപാടായിരുന്നു നേരത്തെ കുടുംബം കൈക്കൊണ്ടത്. പക്ഷേ പിന്നീട് പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇത് ശരിയായ രൂപത്തിലല്ല ഈ അന്വേഷണം പോകുന്നത് എന്നുള്ളത്. നമുക്കത് പരിശോധിച്ചാൽ വളരെ കൃത്യമാണ് ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങളും. ഇത് നവീൻ ബാബുവിൻ്റെ ദുരൂഹമായ മരണം അതൊരു ആത്മഹത്യയല്ല, ഇതൊരു കൊലപാതകമാണ് എന്നതിനെ സംബന്ധിച്ച് ഞാനൊക്കെ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. അന്നത്തെ ദിവസം, ആ മരണം നടന്ന ദിവസം ഒരുപക്ഷെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനെ ബന്ധപ്പെടാൻ വലിയ ശ്രമം നടത്തിയിരുന്നു. കാരണം ആ ബോഡി ദഹിപ്പിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് അത്രമാത്രം സംശയം നമുക്കൊക്കെയുണ്ട് ആ കാര്യത്തിൽ അന്ന് മുതൽക്കേ. അത് ഒരു റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടോ മറ്റോ വേണമെങ്കിൽ നടക്കില്ലല്ലോ എന്നുള്ളത് കൊണ്ട് അതിനുള്ള ശ്രമമൊക്കെ നടന്നിരുന്നു. പക്ഷേ അത് കഴിഞ്ഞില്ല. കാരണം നേരത്തെ അഡ്വക്കേറ്റ് അനിൽ P. നായർ പറഞ്ഞതുപോലെ കുടുംബം മിസ്ലീഡ് ചെയ്യപ്പെട്ടിരുന്നു. അതിനുവേണ്ടിയാണ് പത്തനംതിട്ടയിലെ പാർട്ടി നിരന്തരം അവിടെ പോവുകയും മന്ത്രിമാരും എല്ലാവരും ആ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ഇതൊരു ആത്മഹത്യയാക്കി മാറ്റാനുള്ള വ്യഗ്രത വളരെ കൃത്യമായിട്ട് അവരുടെയൊക്കെ ഭാഗത്ത് നിന്ന് നാം കണ്ടതാണ്. ഈ ഇൻക്വസ്റ്റ് നടപടി, പോസ്റ്റ്മോർട്ടം നടപടി, ഇതൊന്നും അത്ര ലാഘവത്തോടുകൂടി കാണാനോ അത് എടുക്കാനോ നമുക്ക് സാധിക്കില്ല സ്മൃതി. ഇപ്പം വളരെ ഇതായിട്ട് പറഞ്ഞല്ലോ, പോസ്റ്റ്മോർട്ടം അങ്ങനെ ആയിരിക്കില്ല, കുടുംബം ആവശ്യപ്പെട്ടില്ല നേരത്തെ പറഞ്ഞു. ഇപ്പം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അതിൻ്റെ മറ്റൊരു കാര്യം നോക്കൂ, അന്ന് ആത്മഹത്യ ആണെന്നും അല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് ആ സമയത്തെ വലിയ വിവാദങ്ങൾ വന്നിരുന്നു. തലേ ദിവസത്തെ പ്രസംഗവും അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളും അന്നു മുതൽക്കേ മീഡിയാസിലും രാവിലെ മുതൽക്ക് പ്രശ്നമാണ്, അദ്ദേഹത്തിൻ്റെ ബോഡി കണ്ടതു മുതൽക്ക്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ അല്ലെ അതിനകത്തൊരു സംശയമുണ്ടെങ്കിൽ സാധാരണ ചെയ്യുക ഒരു പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് അത് ഫോറൻസിക് സർജനാണ് നടത്തുക. അഡ്വക്കേറ്റ് നവീൻ ബാബുവിൻ്റെ ADM നവീൻ ബാബുവിൻ്റെ മൃതദേഹം ഫോറൻസിക് സർജനാണോ പോസ്റ്റ്മോർട്ടം നടത്തിയത് എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അത് കുടുംബമാണ് വ്യക്തമാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതൊരു പോലീസ് സർജനാണ് നടത്തിയത്. എന്തുകൊണ്ട് ഒരു ഫോറൻസിക്കിലേക്ക് അത് കൊണ്ടുപോയില്ല? പല ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.